ഓം ശാന്തി. ശബരിമല യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ നെയ്ത്തേങ്ങ. തേങ്ങയിൽ നെയ്യ് നിറയ്ക്കുക, നാളികേരം അതിലെ മുക്കണ്ണ് തുറന്ന് ഉള്ളു ക്ലീൻ ചെയ്ത് ശുദ്ധമായ നെയ്യ് നിറച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോയി ഭഗവാന് സമർപ്പിക്കുന്നത് അല്ലേ. അതേപോലെ പോകുന്ന യാത്രയിലെല്ലാം എത്ര സ്ഥലത്താണ് നാളികേരം ഉടയ്ക്കുന്നത്. ഇന്ന് നമ്മൾ 14ാമത്തെ പടി ഈ നെയ്ത്തേങ്ങയും അതേപോലെ തേങ്ങ ഉടയ്ക്കലിൻ്റെയും പിന്നിൽ നമുക്ക് ജീവിതത്തിലേക്ക് ലഭിക്കുന്ന വിശേഷ സന്ദേശം എന്താണെന്ന് നോക്കാം. മുക്കണ്ണ്, തേങ്ങയുടെ മുക്കണ്ണ്. യഥാർത്ഥത്തിൽ ആ തേങ്ങയുടെ മുക്കണ്ണ്, തേങ്ങ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ തലയെ കാണിച്ചിരിക്കുകയാണ്. നമ്മുടെ 3ാം കണ്ണ് തുറക്കണം. 3ാം കണ്ണ്, അകക്കണ്ണ് തുറന്നാലേ ആധ്യാത്മിക ജ്ഞാനം കൊണ്ട് ഭഗവാൻ നമുക്ക് നൽകുന്ന സന്ദേശം എന്താ? മക്കളെ, നിങ്ങൾ ഈ ദേഹമല്ല, ദേഹിയാണ്. ആത്മബോധമുള്ളവരായി മാറും. അകക്കണ്ണ് തുറന്ന് അപ്പോഴാണ് ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ആധ്യാത്മികതയിലൂടെ 3ാം കണ്ണ് തുറന്നു തരും. പിന്നെയോ അകത്ത് ക്ലീനിങ് നടക്കും. അകത്തർത്ഥം നമ്മുടെ ചിത്തവൃത്തികളിൽ, ദൃഷ്ടി, വൃത്തി, നമ്മുടെ വിചാരങ്ങൾ അല്ല, നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ സംസ്കാരത്തിൽ. അപ്പോൾ അകത്തളങ്ങളിലെ ക്ലീനിങ് ആണ് ആധ്യാത്മിക ജ്ഞാനത്തിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് അപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ജീവിതത്തിൽ ആധ്യാത്മികതയുടെ പ്രാധാന്യമാണ് നമുക്ക് മനസ്സിലാക്കി തരണം. അകത്ത് ക്ലീൻ ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണം? ഉള്ളിൽ ശുദ്ധമായത് നിറയ്ക്കണം. അപ്പം അകത്ത് ക്ലീനിങ്ങിനും നമുക്ക് ജ്ഞാനം വേണം, ഉള്ളിൽ ശുദ്ധമായത് നിറയ്ക്കണം. ശുദ്ധമായ നെയ്യ്, പോസിറ്റീവായിട്ടുള്ളത് നിറയ്ക്കണം. നെഗറ്റീവായത് ധാരാളം 4 വശവും ഉണ്ട് നമുക്ക് ചുറ്റും. പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കേണ്ടത് പോസിറ്റീവാണ്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്, പവർഫുൾ ആയിട്ടുള്ളത്, പ്യുവറായിട്ടുള്ളത്, ഏറ്റവും ശുദ്ധമായതേ ഉള്ളിലേക്ക് എടുക്കാവൂ. പലതും കാണാനും കേൾക്കാനും നമ്മുടെ ചുറ്റും ഉണ്ടാകും. പലതും നമ്മുടെ കാതിൽ വന്ന് വീഴും. പലതും വലിച്ചെറിയും നമ്മുടെ അടുത്തേക്ക്. പക്ഷെ ഞാൻ എന്തെടുക്കണം? ഇതെൻ്റെ തീരുമാനമാണ്. ശുദ്ധമായ നെയ്യ് നിറയ്ക്കുക. അവിടെയാണ് നിത്യസത്സംഗം നമ്മളെ സഹായിക്കുന്നത്. നിത്യസത്സംഗത്തിൽ നമുക്ക് കിട്ടുന്നത് ഭഗവാന്റെ ജ്ഞാനമാണ്. ബ്രഹ്മകുമാരി സേവാ കേന്ദ്രത്തിൽ നിങ്ങൾക്ക് പോയാൽ ഡെയിലി ഭഗവാന്റെ മഹവാക്യം കിട്ടും. ശുദ്ധ നെയ്യ് നിറയ്ക്കുകയാണ്. ആ ശുദ്ധ നെയ്യ് നിറയ്ക്കുന്നതോടുകൂടി നമ്മുടെ ഉള്ളിലെ ക്ലീനിങ്, ഉള്ളിലൊരു ക്ലീനിങ് ആണ് നടക്കുന്നത്. സത്സംഗത്തിലും ധ്യാനത്തിലും പ്യൂരിഫിക്കേഷൻ നടക്കും. പിന്നെയോ പോകുന്ന വഴികളിലെല്ലാം തേങ്ങ എറിയുകയാണ് അല്ലേ. ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ പറ്റുമോ നമ്മൾ വിശേഷാൽ ചിലയിടത്ത് തേങ്ങ അല്ലേ മുട്ടറുക്കുക, ചിലയിടത്ത് പൊട്ടിക്കും, ചിലയിടത്ത് എറിഞ്ഞ് ഉടയ്ക്കും അല്ലേ. അപ്പം അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ? നാളികേരം പൊട്ടിക്കുക അർത്ഥം എന്താണ്? നമ്മുടെ തല, ബുദ്ധിയിൽ നമുക്കുണ്ടാകേണ്ട ദേഹമാണെന്ന അഭിമാനബോധം, അപമാനബോധം, ഇതിനെ ഇല്ലാണ്ടാക്കുക. ഞാൻ എൻ്റെ അതാണ് കട്ടിയുള്ള നാളികേരം. ആ നാളികേരത്തിൻ്റെ ചിരട്ട പോലെയാണ് നമ്മുടെ ഉള്ളിൽ ഞാനെന്ന ഭാവവും എൻ്റേതെന്ന ഭാവവും കിടക്കണേ. അപ്പം അതിനെ അല്ലേ വെട്ടി അല്ലെങ്കിൽ എറിഞ്ഞുടയ്ക്കുക. കാരണം അത് ഇത്ര ഈസി ആയിട്ട് പോകുന്നതല്ല. എത്ര തന്നെ ജ്ഞാനം നമുക്ക്, ഈവൻ സ്പിരിച്വൽ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണെങ്കിൽ പോലും ഞാൻ ജ്ഞാനിയാണ്, യോഗിയാണ്, ഞാൻ നല്ല സാധകനാണ്, ആ തോന്നൽ തന്നെ ഒരു അഹങ്കാരമാണ്. ബുദ്ധിയുടെ അഹങ്കാരത്തെയാണ് കാണിക്കുന്നത്. ചിലർ നമുക്ക് അറിവ് ധാരാളം ഉണ്ടാവും പലർക്കും. പക്ഷെ അറിവ് കൊണ്ട് നമുക്ക് അഹങ്കാരമല്ലല്ലോ ഉണ്ടാകേണ്ടത്. അറിവ് നമുക്ക് നൽകിയിരിക്കുന്നത് ഭഗവാൻ എന്തിനാണ്? അറിവ് നിറയും തോറും നമ്മൾ കൂടുതൽ വിനയമുള്ളവരായി മാറും. അതാണ് ശുദ്ധമായ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്നത്, നമ്മുടെ ഉള്ളിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശുദ്ധ നെയ്യാണതിൻ്റെ തെളിവാണ്. ഉള്ളിലേക്ക് ശുദ്ധ നെയ്യ് നിറയുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിലെ അഹങ്കാരമെല്ലാം കത്തിപ്പോക്കും, അഹന്തയില്ലാണ്ടാക്കും. ഞാനെന്ന ശരീരബോധം മാറിയിട്ട് ഞാൻ ഒരു ശുദ്ധ ആത്മാവാണെന്ന പവിത്രമായ ചിന്ത വരും. അതിൽ നിന്ന് സർവരും പവിത്രാത്മാക്കളാണ്, ഭഗവാന്റെ മക്കളാണ്. ആ ശ്രേഷ്ഠമായൊരു ദൃഷ്ടികോൺ സർവരെ പ്രതിയും എൻ്റെ ആത്മബന്ധുക്കളാണെന്നുള്ള ദൃഷ്ടികോൺ 3ാം കണ്ണ് തുറന്നാൽ കിട്ടും. പിന്നെയോ എൻ്റെ എന്നുള്ള
അഹങ്കാരം, എൻ്റെ പഠിപ്പ്, എൻ്റെ സൗന്ദര്യം, എൻ്റെ പൈസ, എൻ്റെ വീട്, ഞാൻ ഉണ്ടാക്കിയത്, എൻ്റെ കഴിവ്. ജ്ഞാനത്തിൻ്റെ തന്നെ അഹങ്കാരം എത്രത്തോളാണ്? ബുദ്ധിയുടെ അഹന്ത മനുഷ്യൻ എത്രയാണ്? എനിക്കിത്രയും ബുദ്ധിയുണ്ട്, എനിക്കിത്രയും കഴിവുണ്ട്, എനിക്കിത്രയും നന്നായി സംസാരിക്കാൻ അറിയാം, ഞാൻ പറയുന്നത് നിറയെ പേര് കേൾക്കുന്നുണ്ട്, എനിക്കേ കഴിവുള്ളൂ, എനിക്കിത് നന്നായി ചെയ്യാൻ പറ്റും. നമുക്ക് കഴിവുകളുണ്ടാകാം, പക്ഷെ കഴിവിൻ്റെ മേലെ ഒരു അഹങ്കാരം ഒരിക്കലും ഉണ്ടാകരുത്. കാരണം എന്തൊക്കെ കഴിവുകളുണ്ടെങ്കിലും അത് പ്രഭുപ്രസാദമാണെന്ന സ്മൃതി നമുക്കുണ്ടെങ്കിൽ ആ കഴിവുകൾ അങ്ങേയറ്റം വരെ ഉണ്ടാവും. അത് അനേകം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും, സദാകാലത്തേക്ക് ഉപയോഗിക്കപ്പെടും. ഇന്നും ഉണ്ടാകും, നാളെയും ഉണ്ടാകും, എന്നെന്നും ഉണ്ടാകും. ആ അഹങ്കാരം പോകാൻ ഭഗവാൻ 2 കാര്യം പറയണേ. നാളികേരം ഉടക്കിയ അർത്ഥം എന്താണ്? ഞാനെന്ന ഭാവത്തെ ഇല്ലാണ്ടാക്കാൻ. ശരീരമാണെന്ന ബോധത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ ആത്മാവാണ്. എങ്ങനെയുള്ള ആത്മാവ്? പരമാത്മാവിൻ്റെ കുട്ടിയാണ്. ഈ സ്മൃതി. പിന്നെ എൻ്റെ എന്നുള്ള അഹങ്കാരം മാറാൻ അവിടെയെല്ലാം ഈശ്വരൻ്റെ സൗന്ദര്യമാണെങ്കിലും പ്രഭുപ്രസാദം, ബുദ്ധിയാണെങ്കിലും പ്രഭുപ്രസാദം. കാരണം ഈ ബുദ്ധിയിൽ ശക്തി നിറച്ചിരുന്നു. നമുക്ക് എത്ര ബുദ്ധിയുണ്ടെങ്കിലും നമുക്ക് ഒരു അസുഖം വന്നാൽ കഴിഞ്ഞില്ലേ? പിന്നെ നമ്മുടെ ബുദ്ധി എന്താ, സൗന്ദര്യം എന്താ, പൈസ എന്താ? ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള രോഗം അല്ലെങ്കിൽ സ്ട്രോക്ക് പോലെയുള്ള എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിലൊക്കെ അഹങ്കരിക്കുന്നു, അത് നമ്മുടെ ശരീരത്തിൻ്റെ ബുദ്ധിയുടെ കഴിവ്. നമുക്ക് എന്തൊക്കെ കഴിവുണ്ടെങ്കിലും പിന്നെ ഉപയോഗിക്കാൻ പറ്റാതായ അതിനൊരു സെക്കൻഡ് പോലെ ഇല്ലാതാകാൻ അല്ലേ? അപ്പം അതുകൊണ്ടാണ് പറയണേ, ഇവയെല്ലാം നമ്മൾ പ്രഭുപ്രസാദം എന്ന സ്മൃതിയിൽ ഉപയോഗിക്കുമ്പോൾ അഹങ്കാരം പുറത്തേക്ക് വരില്ല. അതിനെ നമുക്ക് അറിഞ്ഞ് ഉടയ്ക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇന്ന് 14ാമത്തെ പടിയിലേക്ക് കയറാം. എന്താണ് നമ്മുടെ 14ാമത്തെ പടി? മുക്കണ്ണ് തുറന്ന്, ആത്മനേത്രം തുറന്ന്, ആധ്യാത്മിക ജ്ഞാനം ശ്രവിച്ച്, നിത്യസത്സംഗം കേട്ട് ഞാൻ എൻ്റെ അകക്കണ്ണ് തുറന്നു വയ്ക്കും. ഉള്ളിലേക്ക് ഞാൻ ശുദ്ധമായ നെയ്യേ നിറയ്ക്കുള്ളൂ. എനിക്കും മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്ന നല്ലത് മാത്രമേ ഞാൻ ഉള്ളിലെടുത്ത് വയ്ക്കുള്ളൂ. എൻ്റെ മനസ്സാകുന്ന പാത്രം ശുദ്ധമാക്കി വയ്ക്കും, ശുദ്ധമായത് നിറയ്ക്കും. ഞാനെന്ന അഹംഭാവം പോകാൻ ഞാൻ ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ പ്രകാശിക്കുന്ന ആത്മചൈതന്യമാണെന്ന് സ്മൃതി ഉണർത്തുകയാണ്. ഞാൻ ശാന്തമായൊരു ചൈതന്യമാണ്, ശക്തിശാലിയായ ഒരു ഊർജമാണ്. സ്നേഹം നിറഞ്ഞ്, ആത്മീയ സ്നേഹത്തിൻ്റെ പ്രകാശം നിറഞ്ഞ ചൈതന്യമാണ് ഞാൻ. എന്നോടൊപ്പമുള്ളതെല്ലാം, ഈ വിശ്വമാകുന്ന കുടുംബത്തിലുള്ളതെല്ലാം എൻ്റെ ആത്മബന്ധുക്കളാണ്, എൻ്റെ സഹോദരാത്മാക്കളാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും പ്രതിയും ആത്മീയമായൊരു സ്നേഹം, ആത്മീയ സ്നേഹത്തിൽ നിന്നുണരുന്ന കരുണ, അനുകമ്പ, സാഹോദര്യഭാവം, പവിത്രമായ ദൃഷ്ടികോണെൻ്റെ 3ാം കണ്ണ് തുറക്കുകയാണ്. അഹങ്കാരമില്ലാതാകുന്നതിന് വേണ്ടി, അഹങ്കാരത്തിൻ്റെ ചിരട്ട പൊട്ടിക്കാനായി ഞാൻ എൻ്റെ ഉള്ളിൽ സ്മൃതി ഉണർത്തുകയാണ്. എല്ലാം പ്രഭുപ്രസാദമാണ്, ഈശ്വരൻ തന്നതാണ്. ചെയ്യിപ്പിക്കുന്ന ആൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നടത്തിക്കുന്ന ആൾ എന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരമ്പൊരുൾ, പരംപിത, സർവശക്തിവാൻ, ആ പരമപ്രകാശം ആത്മാവായി എനിക്ക് നൽകുന്ന ലൈറ്റ്, ഈശ്വരീയ ലൈറ്റിലുള്ള ശക്തികളാണ് എനിക്ക് ഊർജം തരുന്നത്, കരുത്തേകുന്നത്. ഈശ്വരീയ ശക്തികളുടെ കവചത്തിനുള്ളിലാണ് ഞാൻ.
എൻ്റെ എന്ന അഹംഭാവം, അഹങ്കാരമുണ്ടാകാതിരിക്കാൻ എല്ലാം ഭഗവാന്റേതെന്ന് പരിവർത്തനപ്പെടുത്തുകയാണ് ഞാൻ. വീടും ഭഗവാന്റേത്, മക്കളും ഈശ്വരൻ്റെ മക്കൾ, ജോലിയും പൈസയും സൗന്ദര്യവും ബുദ്ധിയും കഴിവും എൻ്റെ എന്ന് പറഞ്ഞ് എവിടെയെല്ലാം എന്തെല്ലാം ഞാൻ വെച്ചു അവിടെയെല്ലാം ഭഗവാന്റേത്. ഞാൻ രാവിലെ മുതൽ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളെയും ഞാൻ ഭഗവത് സേവയാക്കി മാറ്റി, ഭഗവത് കാര്യമായി കാണും. അപ്പോൾ നിരഹങ്കാരിയായി, അഹങ്കാരത്തിൻ്റെ നാളികേരമുടച്ച് നിരഹങ്കാരിയായി വിനയത്തോടുകൂടി ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന സർവശക്തിവാൻ പിതാ പരമേശ്വരൻ്റെ ഓർമ്മയിൽ ഓരോ ചൂടും വയ്ക്കും. എല്ലാവരെയും ഞാനിത് ഓർമ്മിപ്പിക്കും. ഞാൻ എന്ന സ്ഥാനത്ത് ആത്മസ്മൃതിയും എൻ്റെ എന്നുള്ള അഹങ്കാരം ഉടയ്ക്കാൻ എൻ്റേത് സർവശക്തിവാനാണ്. എൻ്റെ എന്നുള്ളിടത്തെല്ലാം ഈശ്വരൻ്റേത് എന്നാക്കി ഞാൻ ഇന്നു മുതൽ എൻ്റെ ഉള്ളിൽ, എൻ്റെ മനോഭാവത്തിൽ ഈ പരിവർത്തനം ഞാൻ കൊണ്ടുവരും. അഹങ്കാരത്തിൻ്റെ തലയുടയ്ക്കും. ആത്മഭാവത്തിൻ്റെ വിനയം നിറഞ്ഞ ഈശ്വരീയ സ്മൃതി നിറഞ്ഞ ദിവ്യബുദ്ധിയുള്ള തല, കാഴ്ചപ്പാട് ഇന്നു മുതൽ ഈ 13ാമത്തെ പടിയിലേക്ക് ഞാൻ കയറുകയാണ്. ഓം ശാന്തി.